മുക്കാല് കഴിഞ്ഞ് കാണും. അന്നേരം ഡ്രൈവർ ഇങ്ങനെ പറയുന്നുണ്ട്, ബ്രേക്ക് കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ആ ടേൺ ചെയ്ത് വരികയും അങ്ങ് മറിയുമായിരുന്നു. മറിഞ്ഞ് ഒരു 3-4 കാരണം മറിഞ്ഞ് ഒരു അപ്പോൾ ഇന്ന് ഒരു കൊക്കയിലേക്ക് ബസ് മറിഞ്ഞിട്ട് 3 പേരോളം മരണപ്പെട്ടിരിക്കുകയാണ്. KSRTC ബസ്സാണ് മറിഞ്ഞിട്ടുള്ളത്. ബ്രേക്ക് നഷ്ടപ്പെട്ടിട്ടാണ് മറിഞ്ഞിട്ടുള്ളത്. ഡ്രൈവർ എന്താ പറയുക, കൊക്കയിലേക്ക് വീഴുന്നതിനേക്കാൾ മുമ്പ് വിളിച്ചു പറഞ്ഞു എന്നാണ് പറയുന്നത് ബ്രേക്ക് നഷ്ടപ്പെട്ടു എന്ന്. അത് ഒരു യാത്രക്കാരി സാക്ഷ്യപ്പെടുത്തുന്നുമുണ്ട്. ഇത് പറഞ്ഞു കഴിഞ്ഞ നിമിഷങ്ങൾക്കുള്ളിലാണ് വണ്ടി മറയുന്നത്. 3 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു. KSRTC എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് കൈകാര്യം ചെയ്യുന്ന ഗണേഷ് കുമാർ ഈ ബ്രേക്ക് നഷ്ടപ്പെടാന്ന് പറഞ്ഞിട്ട് ഈ വണ്ടിയുടെ ഫിറ്റ്നസ് പ്രോപ്പർ അല്ലാത്തതുകൊണ്ടാണ്. ജനങ്ങളുടെ ജീവൻ സുരക്ഷ മാർഗങ്ങൾ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ഇവിടെ ഹെൽമെറ്റ് വെക്കാത്തതിനും വണ്ടി ആൾട്ടർ ചെയ്തതിനൊക്കെ ഫൈൻ ഈടാക്കുന്നുണ്ടോ? തെറ്റ് പറയുന്നില്ല. പക്ഷെ നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് പ്രോപ്പർ ഫിറ്റ്നസ് ഇല്ലാത്ത നിരത്തുകളിൽ ഓടിയിട്ട് ജനങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുമ്പോൾ എത്ര കാശ് കൊടുത്താലും ആ നഷ്ടം തീരില്ല. നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ പലവട്ടം ഈ KSRTC ബസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഡിപ്പാർട്ട്മെൻറ്റുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എറണാകുളം KSRTC സ്റ്റാൻഡിൽ പോകണം. അതായത് ടോയ്ലറ്റ് വേസ്റ്റ് കൊണ്ട് സമ്പൂർണ്ണമാണ്. അവിടെ മണത്തിട്ട് നിൽക്കാൻ പറ്റില്ല. നിങ്ങളൊന്ന് പോയി നോക്കണം. ഒരു മിനിസ്റ്ററായിട്ട് നിൽക്കുമ്പോൾ 3 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ 3 പേരും ജീവിച്ചിരിക്കുമ്പോൾ ഗവൺമെൻറ്റിലേക്ക് ടാക്സ് കൈപ്പറ്റിയിട്ടുണ്ട്. അങ്ങനെയുള്ളപ്പോൾ അവരവരുടെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, ഗവൺമെൻറ്റേതായിട്ടുള്ള ഒരു KSRTC ഡിപ്പാർട്ട്മെൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 3 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു. പ്രോപ്പറായിട്ടുള്ള ഫിറ്റ്നസ് ഇല്ലാതെ KSRTC ബസ് നേരത്തിലോടിയതിൻ്റെ ഭാഗമായിട്ട് ബ്രേക്ക് നഷ്ടപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട് ജനങ്ങളുടെ ജീവനും കാര്യങ്ങൾക്കും സുരക്ഷ എന്ന് പറഞ്ഞിട്ട് പല രീതിയിലും 2 മാസം കൂടുമ്പോൾ നിങ്ങൾ ഫൈൻ ഈടാക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രോപ്പറായിട്ട് ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നിങ്ങളുടെ MBD ഡിപ്പാർട്ട്മെൻറ്റിനെ ചെന്ന് അയച്ചു നോക്ക്. ഒരു വണ്ടിക്ക് പോലും പ്രോപ്പർ ഫിറ്റ്നസ് ഉണ്ടാവാനുള്ള സാധ്യതയില്ല. പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് പ്രോപ്പറായിട്ടില്ല. സ്പീഡ് വയലേഷൻ്റെ ഭാഗമായിട്ട് വർഷങ്ങളായിട്ട് കിടക്കുന്ന ഫൈന് ഇപ്പോഴും അടച്ചിട്ടില്ല. സ്പീഡ് വയലേഷൻ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ പിഴവ് മൂലമുണ്ടാവുന്നതാണ് സ്പീഡ് വയലേഷൻ. ആ വ്യക്തിയിൽ നിന്ന് പിഴവ് ഈടാക്കാതെ ഇപ്പോഴും KSRTC ബസ് എന്ന് പറയുന്നത് നിരത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പല ബസ്സുകളും ചെരിവോട് കൂടിയിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അങ്കമാലി സ്റ്റേഷനിൽ പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഷോക്കപ്പിന് കംപ്ലൈൻറ്റ് വരുന്ന രീതിയിലാണ് അതിൻ്റെ നിരത്തുകൾ കിടക്കുന്നത്. തൃശ്ശൂർ KSRTC നോക്കുകയാണെന്നുണ്ടെങ്കിലും തകർന്ന് കിടക്കുന്ന നിലങ്ങളാണ് അവിടെ. ചെരിവോട് കൂടിയിട്ടല്ലാണ്ട് ബസ്സിന് പോകാൻ കഴിയില്ല. KSRTC ബസ്സൊന്ന് നോക്കൂ, 2 സൈഡ് വെച്ച് നോക്കുകയാണെങ്കിൽ ആ ചെരിവ് അറിയാവുന്നതാണ്. ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കാൻ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിന് കഴിയുന്നില്ലെങ്കിൽ ഫൈൻ ഈടാക്കാൻ വേണ്ടി മാത്രമാണോ ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെ ഉള്ളത്? മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ്. പ്രൈവറ്റ് ബസ്സുകളും പ്രൈവറ്റായിട്ടുള്ള വണ്ടികളും ചെക്ക് ചെയ്യുന്ന പോലെ നിങ്ങൾ KSRTC ബസ്സുകളൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. എത്രത്തോളം ഫിറ്റ്നസ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകൾ തന്നെ അവർക്ക് വന്നിട്ടുള്ള ഫൈനുകൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. ഗണേഷ് കുമാർ, താങ്കളോട് എനിക്ക് യാതൊരു രീതിയിലുള്ള വ്യക്തിവിരോധമോ വ്യക്തിവിദ്വേഷമോ ഇല്ല. പക്ഷേ ജനങ്ങളുടെ പ്രതിനിധിയായിട്ട് താങ്കൾ അവിടെ ഇരിക്കുമ്പോൾ, താങ്കളൊരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രതിനിധിയായിട്ടിരിക്കുമ്പോൾ താങ്കൾ പ്രതിബദ്ധമല്ലാതെ മൂവ് ചെയ്യുന്നതിന് പ്രതിഷേധമുണ്ട് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ബൈ.